എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാട്രിക് അടിക്കാൻ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ. മലയാളികളുടെ പ്രിയപ്പെട്ട താരം മോഹൻലാൽ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണ് ഓണം റിലീസായി ഈ വരുന്ന ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലെത്തുന്ന ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാടാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രം ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പുതിയ ഭാവത്തിൽ ലാലേട്ടനെ കാണാം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഒപ്പം ഹാട്രിക് വിജയമെന്ന നേട്ടത്തിലും ലാലേട്ടൻ എത്തുകയാണ് ഈ കൊല്ലം. സത്യനന്ദിക്കാട് ലാലേട്ടൻ ചിത്രമായ ഹൃദയപൂർവ്വം ഹിറ്റായാൽ മറ്റൊരു ചരിത്ര നേട്ടത്തിനു കൂടി വഴിമാറുകയാണ്. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ ലാലേട്ടൻ ചിത്രമായ എമ്പുരാന്റെ പല റെക്കോർഡുകളും തകർക്കാൻ ഈ വർഷത്തിന്റെ പകുതി പിന്നിട്ടിട്ടും മറ്റു മലയാള ചിത്രങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ തുടരും പ്രേക്ഷകർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചപ്പോൾ എമ്പുരാൻ തുടരും ലാലേട്ടൻ്റെതായ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ചിത്രങ്ങളായി മാറിയിരുന്നു. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 1 കോടിയിലധികം പ്രേക്ഷകരെയാണ് ഇരു ചിത്രങ്ങളിലൂടെയും അദ്ദേഹം തിയേറ്ററുകളിൽ എത്തിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം സത്യനന്ദിക്കാട് മോഹൻലാൽ ടീം ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ടീസറും പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോ കോമഡിക്ക് പ്രാധാന്യമുള്ള ഫീൽ ഗുഡ് ചിത്രമെന്ന് പുറത്തു വന്ന 1 മിനിറ്റ് 5 സെക്കൻഡുള്ള ടീസറിൽ നിന്നും വ്യക്തമാകുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സത്യനന്ദിക്കാടിന്റെ ഒരു ചിത്രം കേരളത്തിന് പുറത്ത് ഷൂട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ റിലീസ് ദിവസമായ ആഗസ്റ്റ് 28-ന് ആദ്യ ഷോ തുടങ്ങുന്നത് രാവിലെ 9:30 കൂടിയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. അടുത്തൊരു അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്.